രാത്രി നമ്മൾ കുറെ മൊബൈൽ നോക്കി വേറെ പണിയൊന്നുമില്ല. ഒരു മണിക്കൂർ കിടന്ന് രാവിലെ ചിലപ്പോ നിസ്കരിക്കുന്ന ആൾക്കാർ നിസ്കരിക്കുന്ന വീട്ടിൽ കിടന്നിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാത്തത് നമ്മളെ വിളിച്ചാലും നമ്മളെ മക്കള് നന്നായിട്ട് പഠിച്ച് സമൂഹത്തില് ഒരു നല്ല രീതിയിലേക്ക് വന്നാല് നമുക്ക് നല്ലത്, ആ കുട്ടികളെ ഭാവിക്ക് നല്ലത്, അതുപോലെ തന്നെ സമൂഹത്തിനും നല്ലത്. അപ്പൊ അതിന് നമ്മൾ രാവിലെ അതിരാവിലെ എണീച്ചിട്ട് അവിടെ എണീപ്പിച്ചിട്ട് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവിടെ പറഞ്ഞു വിടേണ്ട ഒരു ചങ്ങലത്ത് നിങ്ങൾ രാഷ്ട്രീയപ്പോ ഇത് ഈ പറയുന്ന അനുഭവം രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ആൾക്കാർക്ക് നമ്മൾ പുറത്തേക്കുന്നത് അത് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് കുറെ വൈകുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ പണ്ടില്ലാതെയായാലും രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് കൃഷിപ്പണി ഇതൊക്കെ ഓരോ ആൾക്കാർക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ പല ആൾക്കാരും ഗൾഫിലായിരിക്കും. അതല്ലെങ്കിൽ പല ആൾക്കാർക്ക് ചായ രാവിലെ 7 മണിക്കുള്ള ചായ കുടിക്കുന്ന നാസ്ത കഴിക്കുന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ നമ്മളെ കുട്ടികളെ ഭാഗം കൊണ്ട് അത് രാവിലെ നമ്മൾ ഇതായിട്ട് ഇപ്പൊ പലരും ടീച്ചർ വന്ന് നമ്മളെന്ന് 12 മണി വരെ TV കണ്ടുകൊണ്ടിരുന്നാല് പിന്നെ മക്കൾ കയ്യിലുണ്ടാവും. അപ്പൊ ഈ 10ാം പലപ്പോഴും എല്ലാ ക്ലാസ്സിലും മറ്റും പറയുന്നതാണ് പാരന്റ്സ് കൂടി എന്തെങ്കിലും വന്ന് ശ്രദ്ധിച്ചിട്ട് ആ സമയത്ത് തന്നെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇവരൊക്കെ പറഞ്ഞു തന്നെ ഞാൻ കഴിഞ്ഞ വർഷം കൂടെ പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യം. ഈ 15 വയസ്സ് 16 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അവർ കൗമാരപ്രായമാണ്, അവർ വളരുന്ന പ്രായമാണ്. അത് പ്രോപ്പറായിട്ടുള്ള സമയത്ത് ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിന്റെ ബാഡ് എഫക്റ്റുകൾ സൈഡ് എഫക്റ്റുകളൊക്കെ അവർക്ക് മനസ്സിലാവും. അത് ചില കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ അവർ പുറത്തുനിന്ന് മറ്റും പോയിട്ട് ദിവസം പടാപ്പാവും അതുപോലെ തന്നെ ഇങ്ങനത്തെ പടാപ്പാവ് പിന്നെയും ഓക്കെ, അതല്ലാതെ തന്നെ ഈ മറ്റുള്ള വെറുതെ ജങ്ക് ഫുഡ്സ് ആയിട്ടുള്ള ലേസ് മറ്റു കാര്യങ്ങൾ ഇത് മാത്രം കഴിക്കുന്ന കുറെ കുട്ടികളുണ്ട്. ഇവരോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവരത് തയ്യാറാവുന്നില്ല. അപ്പോ എന്തായാലും ഇവിടെ നമുക്ക് മാക്സിമം പറയാനേ പറ്റുള്ളൂ. അവരെ പിടിച്ചു കൊണ്ടായിട്ട് അവർ വളരെ 10ാം ക്ലാസ്സിലുള്ള ചില മക്കളാണ് നമുക്ക് ഇന്ത്യയിൽ ഫുഡ് കഴിപ്പിക്കാം. പക്ഷെ ഇവരെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഗേൾസ് അങ്ങനെ പറയുന്നത്, ബോയ്സ് പിന്നെയും അവർ പുറത്തുനിന്നെങ്കിലും കഴിക്കുന്നുണ്ട്. ഹോട്ടലിൽ മറ്റും പോയിട്ട് സ്ഥിരമായിട്ട് ഹോട്ടലിൽ ഫുഡ് നല്ലതല്ല, അത് വേറെ കാര്യം, വീട്ടിൽ പോലും ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ഗേൾസ് പ്രധാനമായിട്ടും ഫുഡ് കഴിക്കുന്നില്ല. ചില കുട്ടികൾ തീരെ കഴിക്കുന്നില്ല, ചില കുട്ടികൾ ഈ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ്സും മറ്റാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും മുതിർന്ന കുട്ടികളെ നമുക്ക് നിർബന്ധിപ്പിച്ച് കഴിക്കുന്നതിന് ടീച്ചർ കുട്ടിയായിട്ട് എനിക്ക് പരിമിതികളുണ്ട്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിർബന്ധിച്ച് ഒരു ഫുഡ് ആക്കിയിട്ട് കൊടുത്തേക്കണം. അവർക്ക് മെയിനായിട്ടുള്ള പ്രശ്നം സ്കൂളിൽ നിന്ന് ഫുഡ് വാങ്ങാൻ ഒരു മടിയാണ്. അതെന്താണെന്ന് അറിയില്ല. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം, അതൊക്കെ ഞങ്ങളെല്ലാം കഴിക്കുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെ ഇവിടുന്ന് വാങ്ങിക്കാൻ മടിയാണെങ്കിൽ നിങ്ങളൊരു ടിഫിൻ കൊടുത്തേച്ചാൽ മതി. ടിഫിൻ കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 58 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 32 ഗേൾസ് ആണ്. ഈ 32 ഗേൾസിന് ഭക്ഷണം കൊണ്ടുവരുന്ന ഗേൾസ് ഉണ്ട്. അവർ പറയുന്നത് ഞങ്ങളെ കൂടെ അവർ കൊണ്ടുവരുന്നില്ല എന്നതാണ്. നിങ്ങൾ ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ എണ്ണം കുറവാണെങ്കിൽ പോലും കഴിക്കുന്നവരുണ്ട്, കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നിർബന്ധം അവരിലേക്ക് നൽകി കഴിഞ്ഞാൽ അവർ കൊണ്ടുവരും. കഴിഞ്ഞ വർഷം 182 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 182 കുട്ടികൾ ജയിച്ച് പ്ലസ് 1 അഡ്മിഷൻ കിട്ടി. അതുകൊണ്ട് ഈ വർഷം 172 കുട്ടികളും നല്ല നിലവാരത്തോടുകൂടി പാസ്സാവണം. മാത്രമല്ല പയ്യന്നൂർ നഗർ സ്കൂൾ നമ്മുടെ PTS പറഞ്ഞതുപോലെ സബ് ജില്ലയിൽ തന്നെ നമ്പർ 1 സ്കൂളാണ് നിലവിൽ. മലയാളത്തിൽ പറഞ്ഞു. ഇനി പരീക്ഷയുടെ കാര്യം പറയാനുള്ളത്, SSLC പരീക്ഷ കഴിഞ്ഞ ശേഷം കിട്ടുന്ന SSLC മാർക്കാണ്, അതാണ് ഫൈനൽ. അപ്പൊ ആ മാർക്കാണ് എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പണിയുണ്ട്. നിങ്ങൾക്ക് അതിന് ചലാൻ അടക്കണം, പിന്നെ പരീക്ഷ മുതലാക്കണം, തിരിച്ചു കിട്ടുന്ന ഏകദേശം 6 മാസം. അതുകൊണ്ട് SSLC മാർക്കാണിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അറിയിക്കണം. SSLC മാർക്കാണിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇതൊന്നും ഞങ്ങളുടെ കോപ്പി ഒന്നും നൽകിയിട്ട് അത്രയും ക്ലാസ്സിന് പ്രത്യേകം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി ക്ലാസ് ടീച്ചർക്ക് കൊണ്ടുപോയി
പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കുറെ ആളുകളുണ്ട് അച്ഛൻ്റെ പേര് ഇനീഷ്യൽ ഇല്ല, അച്ഛൻ്റെ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഉമ്മയുടെ പേര് മിസ്റ്റേക്കാണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് പക്ഷേ ഉള്ളതാണ്. ഇനി അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു കറക്ഷൻ ഒരു അവസരം ഇപ്പോൾ HM വഴി കറക്ഷൻ ചെയ്യാനുള്ള അധികാരം സർക്കാർ കൊടുത്തിട്ടുണ്ട്. ಈಗ ಅಡ್ಮಿಷನ್ ರಿಜಿಸ್ಟರ್ ಕೂಡ ಹೆಸರನ್ನು ಬರ್ತ್ ಸರ್ಟಿಫಿಕೇಟ್ ಇದ್ದಾಗೆ ಕರೆಕ್ಷನ್ ಮಾಡುವಂತ ಅಧಿಕಾರ HM ಇದೆ. ಅದಕ್ಕೆ ನೀವು ಪ್ರೂಫ್ ಆಗಿ ಬರ್ತ್ ಸರ್ಟಿಫಿಕೇಟ್ ಕಾಪಿ ಅಥವಾ ಆಧಾರ್ ಕಾರ್ಡ್ ಕಾಪಿಯನ್ನು ನೀವು ಕೊಡಬೇಕು. ಒಂದು ವೇಳೆ ನಿಮಗೆ ಬರ್ತ್ ಸರ್ಟಿಫಿಕೇಟ್ ಅಲ್ಲಿ ಚೇಂಜಸ್ ಮಾಡಬೇಕು ಅಂತಿದ್ರೆ ಪ್ರೂಫ್ ಕೊಟ್ಟು ಪಂಚಾಯತ್ ಮುನ್ಸಿಪಾಲಿಟಿಯಲ್ಲಿ ಬರ್ತ್ ಸರ್ಟಿಫಿಕೇಟ್ ಕರೆಕ್ಷನ್ ಮಾಡಿ ಕೊಡ್ತಾರೆ. ಆ ಕರೆಕ್ಷನ್ ಮಾಡಿರೋದು ಇಮಿಡಿಯೇಟ್ ನೀವು ತಂದು ಕ್ಲಾಸ್ ಟೀಚರ್ಗೆ ಕೊಡಬೇಕು. ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയത്, അത് പഞ്ചായത്താണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ, അവിടെ നിന്ന് നിങ്ങൾക്ക് അതിന് ശരിയായ പ്രൂഫ് ഉണ്ടായാൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് മാറ്റി തരുന്നത് അതിന്റെ കോപ്പി നിങ്ങൾ സ്കൂളിൽ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ സ്കൂളിൽ ജൂൺ മുതൽ ഫെബ്രുവരി വരെ ഓരോ മാസം ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. പരീക്ഷയുണ്ട്, ഓണം സെലിബ്രേഷൻ ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, അതല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്, സ്കൂൾ കലോത്സവം, പിന്നെ സ്പോർട്സ്, സ്കൂൾ ലെവലുണ്ട്, സബ് ജില്ലയുണ്ട്, ജില്ലയുണ്ട്, സ്റ്റേറ്റ് ലെവൽ വരെ നമ്മുടെ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് ചെലവുണ്ട്. കുട്ടികളെ സ്റ്റേറ്റ് തിരുവനന്തപുരം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് നല്ല ശക്തമായ ഒരു ഡ്യൂട്ടിയായിട്ട് നമുക്കറിയാം. കുറേ വർഷമായി SMC നല്ല അനുസരണമായ HM ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, മറ്റു ടീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വലിയ മുതൽക്കൂട്ടാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ കുട്ടികളാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കുട്ടികളാണ്. അപ്പം കുട്ടികൾക്കുള്ള സന്തോഷം കിട്ടണമെങ്കിൽ കുട്ടികൾ മാർക്കറ്റിൽ മാത്രമല്ല അച്ചടക്കം, ഡിസിപ്ലിൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുറേ കാര്യം പറയാനൊന്നും പറയില്ല. അപ്പോൾ ആ ഡിസിപ്ലിൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കും. കുട്ടികൾ എത്തേണ്ട സമയത്ത് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത് പോലെ അവർ സുരക്ഷിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ വർഷം ഏറ്റവും പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു മാറ്റമാണ്. ഫോൺ വിളിച്ചാലോ ക്ലാസ് ടീച്ചർ വിളിച്ചാലോ അല്ലെങ്കിൽ ലെറ്റർ അയച്ചാലോ ഒന്നും കുട്ടികളെ സുഖയിൽ വീട്ടിലേക്ക് വിടുക. കൂട്ടിക്കൊണ്ട് രക്ഷിതാക്കൾ തന്നെ പോകണം. മാത്രമല്ല പോകുന്ന സമയത്ത് സൈക്കിൾ വിളിച്ചു. അത് നല്ലൊരു കാര്യം. ഒരു കുട്ടി തല കറങ്ങി ബസ്സിലോ പ്രായം വീണാൽ ആയിരത്തിലോ എത്തും. അപ്പോൾ നിങ്ങൾ അയക്കാൻ വേണ്ടി നിങ്ങൾ അയച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പേരൻസ് കൂട്ടിക്കൊണ്ടുപോകും. എത്രയോ സ്കൂളിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, പേരന്റ് എന്ന് പറഞ്ഞ ആളുകൾ വന്ന് കുട്ടികളെ കൊണ്ടുപോകും. അതും ഇതിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ഫോൺ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ആ പേരന്റ് ഒന്ന് ഓഫീസ് വഴി വന്ന് സൈൻ ഇട്ടതിന് ശേഷം മാത്രം കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് ഒരു മാറ്റം ഉണ്ടായി. പിന്നെ ലേറ്റായിട്ട് വരുന്നതിനും തടയുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ തുടർച്ച ചില ദിവസമായി പോകും. അപ്പോൾ തുടർച്ചയാണെന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പുസ്തകത്തിൽ എഴുതാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിവിടെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ നന്നായിട്ട് പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ ഏറ്റവും നല്ലൊരു റിസൾട്ടും ഏറ്റവും നല്ലൊരു ഡിസിപ്ലിനുള്ള ഒരു സ്കൂളാണ് നമ്മുടെ വിളിക്കുന്ന സ്കൂൾ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറേ സ്കൂളുകളിലായൊക്കെ നടക്കുന്നത് നമ്മളൊക്കെ കണ്ടതുമാണ്. പക്ഷെ ഇതൊക്കെ ഇവിടെ ഇല്ലാതിരിക്കാനുള്ള കാരണം ശക്തമായ ഒരു ഡ്യൂട്ടിയും അതുപോലെ ശക്തമായ നിങ്ങളുടെ സഹകരണം ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സ്കൂളിൻ്റെ ഭാഗമായി എല്ലാ കാര്യത്തിലും വിജയമാകണം എന്നാണ് പറയാനുള്ളത്. 172 കുട്ടികളാണ് ഇതിലുള്ളത്. ഈ മീറ്റിംഗ് തന്നെ ഇപ്പോൾ ABC അതുപോലെ തന്നെ ഈ വരുന്ന ഈ 4 ക്ലാസ്സുകൾ നമുക്കെല്ലാം പേരൻസ് ഒരു 90% പേരന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ചില സ്കൂളിൽ വിളിച്ചാൽ വരില്ല. 70 കുട്ടികളെ പേരന്റും നമ്മൾ വെച്ചു അഞ്ച് ദിവസമായി. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ಯಾವುದೇ ಸಂಶಯ ಇಲ್ಲ. ಟೆಕ್ಸ್ಟ್ ಪುಸ್ತಕ ಕೂಡ ಕೊಟ್ಟರೆ ಕೆಲವು ಕ್ಲಾಸಲ್ಲಿ 102 ಟೆಕ್ಸ್ಟ್ ಪುಸ್ತಕಗಳು ನಮಗೆ ಸಿಗಲಿಲ್ಲ. ಸಿಕ್ಕಿಲ್ಲ ಕೂಡ ಅದನ್ನು ಕೂಡ ಕೊಡ್ತೇವೆ. ಈಗ ಹೆಚ್ಚಿನ ಕ್ಲಾಸಿಗೆ ಟೆಕ್ಸ್ಟ್ ಪುಸ್ತಕಗಳು ಸಿಕ್ಕಿದೆ. ಮತ್ತೆ ಒಂದು ಸಂಶಯ ಕೇಳಿದ್ದು 9 ಗಂಟೆಗೆ ಮದ್ರಸಾ ಕಳೆದು അതിനൊന്നും നമ്മുടെ കുട്ടികളെ നീന്താൻ വേണ്ടിയിട്ട് നമ്മുടെ പള്ളിക്കുളത്തിലേക്കും പണ്ടാരത്തിലുള്ളവർക്ക് കുളമുണ്ട്. അതുപോലെ തന്നെ ബായക്കട്ടയിലുള്ള ഒരു കുളമുണ്ട്.
എവിടേക്കൊക്കെ പോകുന്നുള്ള കംപ്ലൈന്റ് കുറേ കാര്യങ്ങൾ